ട്രംപ് എന്നുള്ളൊരു കോമാളി ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് വർത്തമാന ചാനലുകളിലും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരെല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ് ട്രംപ് ഒരു കോമാളിയാണോ, ബുദ്ധിഹീനനാണോ എന്നൊക്കെ. ഈ പറയുന്ന ഞാനും ഒരുപാട് ട്രംപിന് ബോധമില്ല, ഒരു കോമാളിത്തരാണ്, ആളെ പറഞ്ഞ വാക്കിന് വ്യവസ്ഥയില്ല എന്നൊക്കെ ഞാനും കുറേ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന ഒരാൾ ഒരു കോമാളിയല്ല, അയാളൊരു നീരാളി ഇനി. നീരാളി എന്ന് പറയുന്നത് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു നീരാളി. ഈ നീരാളിയുടെ സ്വഭാവം നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ഈ നീരാളി ലോകത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും കൈകൾ നീട്ടിപ്പോയിട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെനസ്വേല, ഉക്രൈൻ റഷ്യയായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ ഉക്രൈൻ്റെ എർത്ത് എലമെൻറ്റ്സ് കംപ്ലീറ്റ് കൈക്കലാക്കി. അതുപോലെ തന്നെ വെനസ്വേലയിൽ ചെന്ന് അവിടെ നിന്ന് ആ പ്രസിഡൻറ്റിനെ പിടിച്ചു കൊണ്ടുപോയി അത് കൈക്കലാക്കി. അതുമാതിരി തന്നെ മറ്റേ ചെങ്കടലിൻ്റെ അവിടുത്തെ അത് ഈജിപ്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അത് കുത്തിത്തിരിപ്പുണ്ടാക്കി അതെന്തോ ഒരു നിലപാടിലേക്ക് എത്തിച്ചു. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ ചെന്ന ആൾ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികളെല്ലാം ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരെയും തള്ളിപ്പറഞ്ഞു. നാറ്റോ രാജ്യങ്ങൾ കാലണയ്ക്ക് കാര്യമില്ല, നിങ്ങളെ ഞങ്ങൾ തള്ളിക്കളയാൻ, നിങ്ങളെ 10 പൈസയ്ക്ക് കാര്യമില്ല, ഞങ്ങളുടെ കാശും പിടിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെന്നും പറഞ്ഞിട്ട് അവരെ തള്ളിക്കളഞ്ഞു. ഇന്ത്യയുടെ അടുത്തും ലോകരാജ്യങ്ങളിലും മുഴുവനും ഈ നികുതിയുടെ പേരും പറഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ച് ആ രാജ്യങ്ങളൊക്കെ കുട്ടിച്ചോറാക്കി അവരെയൊക്കെ വെറുപ്പിച്ച് നശിപ്പിച്ച് ഇനിയിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു പ്ലാനിലും പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോഴും ആ പ്ലാനും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. അപ്പോൾ ആൾ വന്നിട്ട് ഈ 1.5 വർഷത്തിൻ്റെ ഇടയിൽ എവിടെയാണ് ഇനി കൈ വയ്ക്കാനായിട്ടില്ല ഉണ്ടാവാത്ത ഭാഗങ്ങളെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുടെ നീരാളിപ്പെടുത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സൗദി അറേബ്യയോട് പറഞ്ഞത് $1 ട്രില്യൻ്റെ ബോണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാതിരി ഒരുവിധം എല്ലാ ജപ്പാൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും എത്രയോ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ബിസിനസ് നിങ്ങൾ നടത്തണം, അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെവലിലൊരു വലിച്ചു മുറുകലുണ്ടായിട്ടുണ്ട്. ജപ്പാൻ എത്രയോ കാലങ്ങൾക്ക് മുപ്പാട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അവരെ സംഖ്യ, അവരെ ട്രില്യൺ കണക്കിന് ഡോളർ ഇന്നവിടെ ഡെഡ് മണിയായിട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റണില്ല, അവരും വരിഞ്ഞു മുറുകിയിരിക്കുക. ഇങ്ങനെ ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും വരിഞ്ഞു മുറുക്കി ഈ നീരാളി കൈകളെത്താത്ത ഒരു ഭാഗം ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേയൊക്കെ നോക്കി, എല്ലാ ഭാഗത്തും എത്തിയിട്ട് ഈ നീരാളി കൈകൾ. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് ഒരു പൈശാചിക എന്താ പറയുക, ലോകത്തിൻ്റെ നാശത്തിൻ്റെ ഒരു ഹേതുവായി വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആൾ കോമാളിയല്ല, ആളൊരു നീരാളിയാണ്. ഇറാൻ്റെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, 2 ആഴ്ചയിലേക്ക് നിങ്ങൾ വെടിനിർത്തൽ അയക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ച് തരാം എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് ഈ വെടിനിർത്തലിന് വന്നപ്പോൾ അപ്പം തന്നെ നമുക്കൊരു കണക്കൂട്ടലുണ്ടായിരുന്നു, ഇതൊരു വലിയൊരു ചതിയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരിക്കും എന്നുള്ളതാണ് 100% ഞാനും അഭിപ്രായം തേടിയിട്ട് വന്ന എൻ്റെ കമൻറ്റിൽ അതിലെവിടെയായാലും അങ്ങനെ തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. അതൊരു പരിധിവരെ സത്യമെന്ന് തോന്നുന്നുണ്ട്. ഏത് നിലയ്ക്കാണ് ഈ ട്രംപിൻ്റെ ഈ നീരാളി കൈകൾ ഇനി ഇറാനെ വരിഞ്ഞു മുറുകാൻ പോകുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം കാണാനില്ല, എവിടെ എന്തെന്നുള്ളത് ഒരു ലക്ഷ്യം കാണാനില്ല. അപ്പോൾ ചോദിക്കും, ഇറാൻ എന്തിനാണ് ഇങ്ങനെ വരിഞ്ഞു മുറുങ്ങുന്നത്? ഇറാനിലെ എണ്ണ തന്നെയാണ്, സമ്പത്ത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ചിന്താഗതി. ട്രംപിന് സംഭവിച്ചിട്ടുള്ളത് സാമ്പത്തികം, എണ്ണ അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത്, ആ ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ ട്രംപ് കാര്യങ്ങൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വഴിക്കാണ് ഇപ്പോൾ ഇറാൻ വിഷയത്തെ തളിച്ചു കൊടുന്ന് കെട്ടാനായിട്ട്, അതായത് ആട്ടി കൊണ്ടുവന്നിട്ട് ആ കുറ്റിയിൽ കെട്ടാനാണ് ട്രംപ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിലൊരു സംശയമില്ല. അത് ഏത് രൂപത്തിലാകും ഇറാൻ്റെ ആ സർവനാശത്തിന് തിരികൊളുത്താൻ വേണ്ടി മാത്രം, നന്നാക്കാൻ പറ്റില്ലല്ലോ. ഈ നീരാളികൾ അങ്ങനെയല്ല, അങ്ങനെ എന്താ പറയുക, പൈശാചിക ശക്തികൾ ഒരിക്കലും നന്മയ്ക്ക് വരില്ലല്ലോ. ഈ 2 ആഴ്ചത്തെ വെടിനിർത്തലും ഇനിയും എന്തൊക്കെയാണ് ലക്ഷ്യം വയ്ക്കണതെന്ന് ഒരു രൂപവും നോക്കിയിട്ട് കാണാനില്ല. ഇപ്പോൾ GCC രാജ്യങ്ങൾ അവിടെ നിന്ന് ഇറാൻ്റെ ഒരു ഇതാണ്, GCC രാജ്യങ്ങളുള്ള അമേരിക്കൻ,
ആ സാന്നിധ്യം ഇനി അവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ GCC രാജ്യങ്ങളിലേക്കൊന്നും ഈടാക്കാനായിട്ട് സാധിക്കില്ല. ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പോകണമെന്നില്ല. അതൊക്കെ പഴയപടി തുടരും. എല്ലാവരും പല തരത്തിലുള്ള നിഗമനത്തിലൊക്കെ എത്തിപ്പെടാൻ, ഞാനും ഒരുപാട് നിഗമനത്തിലൊക്കെ എത്തിപ്പെടാൻ ശ്രമിച്ചു നോക്കി. ഇനി കണ്ടു കാണാം ഇതെന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളത്. ഇനി ഇറാൻ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കി എടുത്ത് ഇല്ലാത്ത ഒരു ശത്രുവിനെ ഉണ്ടാക്കി വെച്ച് പഴയ കളി തുടരുകയും ഇറാനെ ഒരു സാമന്ത രാജ്യം പോലെ അറിയാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാനാണ് സാധ്യത ഏറെ. ഇതെൻ്റെ ഒരു കൊച്ചു നിഗമനമാണ്. കാരണം ഈ നീരാളിയുടെ കയ്യെത്താത്ത ഒരു രാജ്യവും ഇന്ന് ലോകത്ത് ബാക്കി നിലനിൽക്കുന്നില്ല. എല്ലായിടത്തേക്കും എത്തിയിട്ട് ആളുടെ നീരാളി കൈകൾ ട്രംപിൻ്റെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് നമ്മൾ വിചാരിച്ച ഒരു കോമാളിയല്ല. അതൊരു പൈശാചിക ശക്തിയാണ്. അത് ഡീപ്പ് സ്റ്റേറ്റ് മുന്നിൽ നിർത്തി കളിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ആ ലെവലൊരു കോമാളിയാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ട്രംപ്, അമേരിക്ക.